സിനിമയിലെ ചിരിയുടെയും ചിന്തയുടെയും ഒരു മഹാപർവം അസ്തമിച്ചതിന്റെ തീരാ നൊമ്പരത്തിലാണ് കലാകേരളം. 5 പതിറ്റാണ്ടോളം വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത ശ്രീനിവാസന്റെ വിയോഗം ചലച്ചിത്ര ലോകത്ത് നികത്താനാവാത്ത നഷ്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. പ്രിയ കലാകാരനെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി തെന്നിന്ത്യൻ സൂപ്പർ താരം സൂര്യ എറണാകുളം കണ്ടനാട്ടെ വീട്ടിലെത്തിയത് വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. എറണാകുളത്ത് തന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നു സൂര്യ. സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ താൻ ശ്രീനിവാസന്റെ വലിയ ആരാധകനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും വളരെയധികം താല്പര്യത്തോടെയാണ് ശ്രദ്ധിച്ചിരുന്നതെന്നും സൂര്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലളിതമായ ജീവിതവും അഗാധമായ ചിന്തകളും കൈമുതലായുള്ള അത്തരമൊരു പ്രതിഭയുടെ വേർപാട് വേദനിക്കുന്നതാണെന്ന് പറഞ്ഞ താരം അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതായും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അറിയിച്ചു. ശ്രീനിവാസന്റെ ഭൗതിക ദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയും പൊതുദർശനവും മലയാളികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ദാസനെയും വിജയനെയും ഒക്കെ സമ്മാനിച്ച കലാകാരനോടുള്ള സ്നേഹപ്രകടനമായി മാറി. തൃപ്പൂണിത്തുറ ടൗൺ ഹാളിലും കണ്ടനാട്ടെ വീട്ടിലുമായി നടന്ന പൊതുദർശനത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. ഇന്നലെ രാവിലെ പതിവ് ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ദീർഘനാളായി തുടർന്നിരുന്ന ചികിത്സകളും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്നൊരു വേർപാട് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മലയാള സിനിമയുടെ കരുത്തരായ മമ്മൂട്ടിയും മോഹൻലാലും തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ അവസാനമായി കാണാൻ ടൗൺ ഹാളിലെത്തി. ദശകങ്ങളോളം ഒപ്പം പ്രവർത്തിച്ചതിന്റെയും സ്ക്രീനിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളുടെയും ഓർമ്മകൾ പുതുക്കി വികാരാധീനരായാണ് ഇരുവരും മടങ്ങിയത്. പ്രത്യേകിച്ച് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ സിനിമകൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചലച്ചിത്ര പ്രവർത്തകരും തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകന് വിട നൽകാൻ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺ ഹാളിലെത്തി പുഷ്പചക്രം അർപ്പിച്ചു. ശ്രീനിവാസൻ എന്ന കലാകാരൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്കപ്പുറം സമൂഹത്തിലെ ജീർണതകളെ പരിഹസിച്ചതിലൂടെയും ഹാസ്യത്തിലൂടെയും തുറന്നു കാണിച്ച മികച്ചൊരു നിരീക്ഷകൻ കൂടിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. നടൻ ദിലീപ്, പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട്, യുവതാരങ്ങളായ ബേസിൽ ജോസഫ്, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവർക്കൊപ്പം നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും ജനപ്രതിനിധികളും വരി നിൽക്കാതെ തങ്ങളുടെ പ്രിയ കലാകാരന് വിടചൊല്ലി. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം ടൗൺ ഹാളിൽ എത്തിച്ചത്. അവിടെ കാത്തുനിന്ന ജനസാഗരം ശ്രീനിവാസൻ എന്ന വ്യക്തി സാധാരണക്കാരന്റെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം വീണ്ടും കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ശ്രീനിവാസന്റെ മരണ വാർത്ത അറിഞ്ഞതു മുതൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള അനുശോചന പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തമാശകളിൽ ഒളിപ്പിച്ചു വെച്ച ഗൗരവമേറിയ സത്യങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തിലെ നൊമ്പരങ്ങളും ആക്ഷേപഹാസ്യത്തിലൂടെ വെള്ളിത്തിരയിലെത്തിച്ച തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തെയും മതത്തെയും കപട സദാചാരത്തെയും ഒരുപോലെ വിമർശിക്കാനുള്ള ആർജവം അദ്ദേഹത്തെ മറ്റു കലാകാരന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കി. സന്ദേശം പോലുള്ള സിനിമകൾ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണ്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ 10 മണിക്ക് തൃപ്പൂണിത്തറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും. കുടുംബങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതിയോടെയാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ചലച്ചിത്ര മേഖലയിൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. അച്ഛൻ വെട്ടിത്തുറന്ന പാതയിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ മാനങ്ങൾ നൽകാൻ ഇരുവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിയോഗം. സിനിമകൾക്കപ്പുറം കൃഷിയിലും പ്രകൃതി സൗഹൃദ ജീവിതത്തിലും വലിയ താല്പര്യം കാണിച്ചിരുന്ന ശ്രീനിവാസൻ തന്റെ നിലപാടുകൾ എപ്പോഴും തുറന്നു പറയാൻ മടിച്ചിരുന്നില്ല. ആ ശബ്ദമാണ് ഇപ്പോൾ എന്നേക്കുമായി നിലച്ചിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെയും തിരക്കഥകളിലൂടെയും ശ്രീനിവാസൻ എന്ന പ്രതിഭ മലയാളികളുടെ ഉള്ളിൽ എന്നും ജീവിക്കും. തെന്നിന്ത്യൻ താരം സൂര്യയുടെ സന്ദർശനവും വാക്കുകളും ശ്രീനിവാസൻ എന്ന കലാകാരന്റെ പ്രശസ്തിയും ആദരവും അതിർത്തികൾക്കപ്പുറമുണ്ടെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിനാണ് ഇതോടെ തിരശ്ശീല വീഴുന്നത്.